ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന ഒരു കടുകപ്പുളിയെ നാരങ്ങ കൊണ്ടുള്ള വെളുത്ത അച്ചാറാണ്. ഇത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അച്ചാറാണ്. ഈ അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് നല്ല പഴുത്ത ഒരു നാരങ്ങയാണ്. ഇത് തൊലിയോടുകൂടിയാണ് അച്ചാർ ഇടുന്നത്. അതുകൊണ്ട് നന്നായിട്ട് കഴുകി തുടച്ചെടുക്കണം. എന്നിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം. ഇപ്പം നാരങ്ങ മുഴുവനും മുറിച്ചെടുത്തു. ചെറിയ ചെറിയ പീസായിട്ടാണ് മുറിച്ചിരിക്കുന്നത്. ഇനി ഈ അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടത് ഇഞ്ചിയും വെളുത്തുള്ളിയും കാന്താരിമുളകുമാണ്. ഇതിനു വേണ്ടി ഞാൻ എടുത്തിരിക്കുന്ന പച്ച കാന്താരി അല്ല, ഇത് വിനാഗിരിക്കകത്ത് ഇട്ട് വെച്ചിരിക്കുന്ന കാന്താരി മുളകാണ്. ഈ കാന്താരി ഉണ്ടാക്കുന്നത് കൂടുതൽ കാന്താരി മുളക് കിട്ടുന്ന സമയത്ത് അത് വൃത്തിയാക്കി ഒരു ടിന്നിലിട്ടതിന് ശേഷം അതിൻ്റെ ഒപ്പം തന്നെ വിനാഗിരിയും ഒഴിച്ച് അതിൻ്റെ പാകത്തിനുള്ള ഉപ്പും ഇട്ട് വെച്ചാൽ മതി. ഇത് ഞാൻ 1 വർഷം മുമ്പ് ഇട്ട് വെച്ചതാണ്. ഇത് അലുത്ത് പോകത്തൊന്നുമില്ല. ഇത് എത്ര നാൾ വേണേലും ഇങ്ങനെ കേടാവാതെ ഇരിക്കും. ഇത് ഇങ്ങനെ തന്നെ ചെണ്ടങ്കപ്പയുടെ കൂടെയും കഞ്ഞിയുടെ കൂടെയും കഴിക്കാൻ വളരെ സ്വാദാണ്. ഇനി നമുക്ക് അച്ചാർ ഉണ്ടാക്കാം. അതിനുവേണ്ടി ഞാനൊരു മൺചട്ടിയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണയ്ക്ക് പകരം നല്ലെണ്ണ ഉപയോഗിക്കാം. എണ്ണയിലേക്ക് 1 സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് ഇളക്കി കൊടുക്കാം. പച്ചക്കാന്താരിയാണ് ചേർക്കുന്നതെങ്കിൽ ഇതിൻ്റെ ഒപ്പം തന്നെ കാന്താരിയും കൂടി ഇട്ട് കൊടുക്കണം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളി ഒന്ന് വാടി വന്നാൽ മാത്രം മതി. അതിലേക്ക് ഇനി കാന്താരിമുളക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 4 സ്പൂൺ വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുക്കാം. അച്ചാറിന് ചാറ് കൂടുതൽ വേണമെങ്കിൽ 3-4 സ്പൂൺ തിളച്ച വെള്ളം കൂടെ ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇത് തിളച്ച് കഴിയുമ്പോൾ ഇതിലേക്ക് നാരങ്ങ ചേർത്ത് കൊടുക്കാം. നാരങ്ങ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നാരങ്ങ ചേർത്ത് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ തന്നെ തീ ഓഫ് ചെയ്യണം. ഇല്ലെങ്കിൽ നാരങ്ങ ഒത്തിരി വെന്ത് പോകും. അതുകൊണ്ട് തിളയ്ക്കുമ്പോൾ തന്നെ ഓഫ് ചെയ്തേക്കണം. ഇപ്പോൾ അച്ചാർ തിളച്ചു. നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഒരു നല്ല നാരങ്ങ അച്ചാർ റെഡിയായി. ഇനി ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം വേണം കുപ്പിയിലേക്ക് മാറ്റി വയ്ക്കാൻ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ.